അപ്പോൾ once again welcome back to the channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 23 വർഷം പഴക്കമുള്ള എൻ്റെ വീട്ടിലുള്ള ഒരു വണ്ടി നമ്മൾ ഒന്ന് റീസ്റ്റോർ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. 23 വർഷം പഴക്കമുണ്ട് ആ ഒരു വണ്ടിക്ക്. നമ്മുടെ പഴയ കൈനറ്റിക് ഹോണ്ടയാണ്. കൈനറ്റിക് ഹോണ്ടയുടെ DX മോഡൽ വണ്ടിയാണ്. എൻ്റെ അച്ഛൻ്റെ വണ്ടിയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ആ വണ്ടി ഇപ്പോൾ വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ സഹായിക്കാനായിട്ട് നമ്മുടെ ശ്രീജിത്ത്, നമ്മുടെ VC മച്ചാനും നമ്മുടെ കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. കാണുന്നതാണ്ടോ നമ്മുടെ വണ്ടി. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിട്ട് വണ്ടി ഉപയോഗിച്ചിട്ടില്ല. ഉപയോഗിക്കാതെ ഇങ്ങനെ നമ്മൾ വെച്ചേക്കുവാണ്. കണ്ടോ, ഇതാണ് വണ്ടിയുടെ അവസ്ഥ. ഇതിൻ്റെ ടയറൊക്കെ സ്റ്റക്കാണെന്ന് തോന്നുന്നു കേട്ടോ. ഫ്രണ്ട് ടയറും ബാക്ക് ടയറും ഒക്കെ സ്റ്റക്കായിട്ട് ബ്രേക്ക് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു വണ്ടിനെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് നമുക്ക് മാറ്റണം. കണ്ടോ, ഇതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. പുരാവസ്തു ഇവിടെ ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കുത്തി വെച്ചിരിക്കുക. ചിലപ്പോൾ പാമ്പ് വരെ ഉണ്ടാവും. ഓ, ഇത് കെട്ടി വെച്ചേക്കാണല്ലേ, ഇതായിരിക്കണം. പിടിച്ചോ. കല്ലൊക്കെ എടുത്ത് നമുക്ക് ഇങ്ങോട്ട് പോയി കേട്ടോ. സീറ്റ് തുറക്കാൻ പറ്റും കേട്ടോ. കൊള്ളാം. തൽക്കാലം നമുക്ക് സീറ്റ് അടച്ച് വെക്കാം. പുറത്ത് കൊണ്ടുപോയിട്ട് നമുക്ക് തുറക്കാം അല്ലേടാ. കല്ലുണ്ടോ? ആ, ഈ കല്ലല്ലേ. ഈ കല്ല് ആക്ച്വലി മാറ്റണം. ഓക്കെ, ഈ സൈഡിൽ വല്ലതും ഉണ്ടോ? ഹാൻഡിൽ സ്റ്റക്കാണെന്ന് നോക്കണം. ഇല്ല, ഹാൻഡിലൊക്കെ ഫ്രീ ആണ് കേട്ടോ. നീ ഹാൻഡ് പിടിച്ചോ, ഞാൻ വലിച്ചോളാം. നിനക്ക് കാല് പറഞ്ഞാത്തല്ലേ, ഞാൻ വലിച്ചോളാം. ഓക്കെ. ഓ, ടയർ സ്റ്റക്കാണ്ട. ടയർ ആക്ച്വലി പഞ്ചർ ഒരു കുഴിയിലേക്ക് ഇരിക്കാറ. അയ്യോ, പൊക്കിക്കേറ്റാം. ആ, ടയർ കുഴിയില്ല. നിൽക്കേ, ഒരു മിനിറ്റ്. ഇത് വലിക്കാട്ടോ. നീ പിടിച്ചോ, ഞാൻ പൊക്കി വെക്കാം. പൊക്കി കയറ്റാം. ഓക്കെ, അവിടെ വെക്ക്, ഫ്രണ്ട് വെക്ക്. ഓക്കെ, നീ വലിക്കാം. ടയർ ഇറങ്ങുന്നുണ്ടോയെന്ന് അറിയില്ല. പഞ്ചറാ, ടയർ പഞ്ചറാ. വണ്ടിയുടെ അവസ്ഥ ഇതാ കണ്ടോ. ഫ്രണ്ടിൽ ഇവിടെയൊക്കെ ആകെ അഴുക്ക് പിടിച്ചിട്ടുണ്ട്. ഇവിടെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഈ ഒരു പീസാണല്ലോ ഇവിടെയും വരുന്നത്. ആ ഒരു പീസ് പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ, ഫ്രണ്ടിലെ ബോഡിക്കൊന്നും വലിയ പ്രശ്നമില്ല. ഹാൻഡിലും കുഴപ്പമില്ല. ഷോക്കൊന്നും ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. ഷോക്കൊക്കെ അടിപൊളിയാണ്. ടയർ കറങ്ങുന്നുണ്ട്. ഫ്രണ്ട് ടയർ കുറേശ്ശെ കറങ്ങുന്നുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഇതാണ് കേട്ടോ എൻ്റെ ഫ്യൂൽ ടാങ്ക്. ഓ, ഫ്യൂൽ ടാങ്കൊക്കെ കാലിയാണ്. ഒട്ടും പെട്രോളില്ല. തുരുമ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഓട്ട വീണിട്ടുണ്ടോ എന്ന് അറിയില്ല. മിക്കവാറും ഓട്ട വീഴാൻ ചാൻസ് ഇല്ല. ഇതിന് ഓയിൽ സെപ്പറേറ്റ് ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഓയിൽ ടാങ്ക്. കണ്ടാ, ഇവിടെയൊക്കെ മൊത്തം അഴുക്ക് വന്നേക്കും കേട്ടോ. ആക്ച്വലി ഇവിടെ ഒരു ലോക്ക് ഉണ്ടായിരുന്നു, അതിപ്പോൾ വർക്ക് ചെയ്യണില്ലാന്ന് തോന്നുന്നു. ബോഡിയൊന്നും വലിയ പ്രശ്നമില്ല. പ്ലാസ്റ്റിക്കൊക്കെ ഇവിടെ കുറച്ച് ദ്രവിച്ചിട്ടുണ്ട്. ഈ ഒരു പീസ് ദ്രവിച്ചിട്ടുണ്ട് കണ്ടോ. പിന്നെ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് തോന്നണം. നമുക്ക് എന്തായാലും വണ്ടി ആദ്യം ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് നോക്കാം കേട്ടോ. വണ്ടിനെ ഒന്ന് കുട്ടപ്പനാക്കാം.
കുറേയൊക്കെ എടുക്കാതെ വെച്ചാൽ എൻ്റെ പൂപ്പലാണ്, അല്ലാതെ പ്രത്യേകിച്ച് അഴുക്കൊന്നുമില്ല. ഞാൻ ആക്ച്വലി എൻ്റെ വണ്ടി ആദ്യമായിട്ട് 2 വീലർ ഓടിക്കാൻ പഠിക്കുന്നതൊക്കെ നമ്മുടെ ഈ ഒരു വണ്ടിയിലാണോ. ഞാൻ ഏകദേശം 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ മേടിച്ചതാണ് ഈ ഒരു വണ്ടി. ഈ വണ്ടി മേടിക്കുമ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുക. ആ സൈഡിലുണ്ടോ? കണ്ടോ, ആ ടൈമിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മീറ്ററാണ് ഒരു ഹോണ്ട കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഫ്യൂവൽ ഗേജും എല്ലാം ഉണ്ട്. നല്ല സ്റ്റൈല് വണ്ടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇത് DX ആണോ. ഇത് 2 മോഡലാണ് മെയിനായിട്ടും ഉണ്ടായിരുന്നു ഈ ടൈമിൽ. ZXും DXും ഉണ്ടായിരുന്നു. ഇത് DX മോഡലാണ്. രണ്ടാമത് റീപെയിൻറ്റ് ചെയ്തപ്പോൾ ZX ഒന്ന് ആക്കിയതാണ്. ഇത് മേടിച്ചപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഒരു വിൻഡ്ഷീൽഡ്. ZX വണ്ടികൾക്കൊക്കെ ഇങ്ങനെയായിരുന്നു കേട്ടോ പണ്ട്, അടിപൊളിയായിരുന്നു. ഇനി കുറച്ച് സോപ്പ് ഇടാം കേട്ടോ നമുക്ക്. ബിസി ബ്രോ, ആ ലേക്ക് റോൾ ഒന്ന് തുറക്കൂ. ഇത് ലേക്ക് റോളാണ് കേട്ടോ, തുറന്നോ. ഓക്കെ, ആ മതി 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 മതി. ഓക്കെ, പിടിച്ചോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്വിച്ച് ഓൺ ഓഫ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ക്രൂ ഡ്രൈവറും കൊണ്ട് ഓണാക്കാം കേട്ടോ. ആ വണ്ടി ഓണായി. ആക്ച്വലി ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് ഒന്നും വർക്ക് ചെയ്യില്ല. കണ്ട, ഒന്നുമില്ല. ജസ്റ്റ് ഓഫാക്കിയേക്കാം കേട്ടോ. കണ്ട, ഇത് ഇവിടെയാണ് കേട്ടോ ഈ വണ്ടിയുടെ ബാറ്ററി ഇരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്കൊന്ന് അഴിച്ചു നോക്കാം. അഴിയുന്നുണ്ട്. ആ ഹാ, കണ്ടോ, ഇതാണ് കേട്ടോ ബാറ്ററി. കണ്ടോ, ഇത് പോസിറ്റീവാണ്. ഇത് ആക്ച്വലി പോസിറ്റീവ് ടെർമിനലാണ്, ഇത് നെഗറ്റീവ്. കണ്ടോ, നമുക്ക് ആക്ച്വലി പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ ബാറ്ററി ഊരിയിട്ട് നമുക്ക് വേനയിൽ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം പെട്രോൾ ഒഴിച്ചിട്ട്. അതായത് സ്റ്റാർട്ടാവും ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ കണ്ടോ, ഇതാണ് കേട്ടോ കിക്കർ. ഞാൻ ലാസ്റ്റായിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ കിക്കറായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ചേട്ടോ. ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാം. കിക്കർ സ്റ്റക്കാ. ഓ, കിക്കർ സ്റ്റക്കാ. എന്തായാലും കിക്കറിൻ്റെ ഒരു മോഷൻ കൊടുക്കുമ്പോൾ ആക്ച്വലി എൻ്റെ എൻജിനും ചെറിയൊരു ചലനം കിട്ടും. സ്റ്റക്കായിട്ടിരിക്കുക. ആക്ച്വലി അഴിച്ച് ഓവർഹോളിങ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതൊക്കെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളില്ല. സെൻറ്റർ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ടാണ്. സെൻറ്റർ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സെൻറ്റർ സ്റ്റാൻഡിൽ വെച്ചിട്ട് നമുക്ക് കിക്കർ ജസ്റ്റ് ഒന്ന് അടിച്ചടിച്ച് നോക്കാമായിരുന്നു. എന്തായാലും ഇനിയിപ്പോൾ ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് സെൽഫ് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കണം. എന്തായാലും അത് പിന്നീട് നമുക്ക് ചെയ്യാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിംഗ് ഒക്കെ ഇപ്പോൾ ദ്രവിച്ച് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമായിരിക്കും. ഇതതിൻ്റെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ടോ. ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇത് ഓപ്പണിങ് നടക്കുന്നില്ല. നമുക്കിത് എൻ്റെ കീ തപ്പിയിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കൈനറ്റിക് ഹോണ്ടയുടെ അവസ്ഥ. വണ്ടി ഇപ്പോൾ കറൻ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു പുതിയൊരു ബാറ്ററി നമുക്ക് മേടിച്ച് വെക്കണം. അതുപോലെ അതിന് ശേഷം വേണം നമുക്ക് പെട്രോൾ ഒഴിച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ കൈവശം നമുക്ക് ബാറ്ററി ഒന്നുമില്ല. അപ്പോൾ ഇത് ലോക്ക്ഡൗൺ സമയമൊക്കെ ആയതുകൊണ്ട് ആ വണ്ടി കുറേ വർഷം അങ്ങനെ ഇരിക്കുന്ന ഒരു വിഷമം മനസ്സിലുള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്ത് ഒന്ന് വാഷ് ചെയ്ത് സ്റ്റാർട്ട് ആവുമോ ഇല്ലയോ എന്നൊന്ന് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ശ്രമിച്ചത്. ഗൈസ്, പിന്നെ നമ്മൾ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വേറെ ഒരു ഫൺ പർപ്പസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്തത്. ഇതിന് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു എൻ്റർടൈനിങ് ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പറ്റുമെങ്കിൽ നല്ലൊരു മെക്കാനിക്കിനെ കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ റെക്ടിഫൈ ചെയ്ത് എടുക്കുന്നതായിരിക്കും. എനിവേ, ഈ കണ്ടന്റ് ഇവിടെ വെച്ച് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായി കാണാം. ദിസ് ഇസ് മീ കോച്ചി വ്ളോഗർ സൈനിങ് ഓഫ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.